എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവാണ് ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ മാസം 27-ാം തീയതി തന്നെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് പുതിയ ലിസ്റ്റും അപ്ഡേറ്റ് ആക്കി എല്ലാവരുടെ പേയ്മെന്റും അതിലേക്ക് അപ്ഡേഷൻ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ വീഡിയോകളൊക്കെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം ഇതുവരെയും വിതരണത്തെക്കുറിച്ച് യാതൊരു അറിയിപ്പുകളും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എത്തിയിട്ടില്ല. അത് പ്രധാനമന്ത്രിക്ക് ഒന്നെങ്കിൽ ഇപ്പോൾ ആ ഒരു പ്രഖ്യാപനം നടത്താനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാവാം. കാരണം എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ ഒരു മാസത്തിനിടയിൽ ആർക്കും പുതിയ അപ്ഡേഷനോ അല്ലെങ്കിൽ ഈ പ്രാവശ്യം പേയ്മെന്റ്സ് കയറാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം കഴിഞ്ഞ 27-ാം തീയതി തന്നെ എല്ലാ കാര്യങ്ങളും ലിസ്റ്റ് അപ്ഡേഷൻ ചെയ്ത് 22ാമത്തെ ഓപ്ഷൻ നമ്മുടെ PM കിസാന്റെ വെബ്സൈറ്റിൽ എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പേ, ഒരു വർഷം മുമ്പേ ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളവർക്കാണ് ഇപ്പോൾ മുടങ്ങിയിട്ടുള്ള ഗഡുവിതരണങ്ങളൊക്കെ ഇപ്പോൾ എത്താൻ പോകുന്നത്. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളവർക്കും പടിപടിയായിട്ട് തന്നെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് മുടങ്ങിയിട്ടുള്ള എമൗണ്ടുകളൊക്കെ തന്നെ ക്രെഡിറ്റ് ആയിക്കോളും. അപ്പോൾ എന്തായാലും ഈ മാസം PM കിസാൻ സമ്മാനത്തിന്റെ വിതരണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം വളരെയേറെ സംശയമാണ്. കാരണം പ്രധാനമന്ത്രി ഇനിയിപ്പോൾ ഈ അടുത്ത കണ്ട് ഇസ്രായേലിന് പോവുകയാണ്. ഇതുവരെയും ഒരു ഡേറ്റ് അപ്ഡേഷൻ നൽകിയിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ KYC എല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യം മാത്രം ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ബാങ്കും KYC ഈ രണ്ട് കാര്യങ്ങളും കറക്റ്റ് ആണോ, എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിതരണ സമയത്തിന് മുമ്പാണ് എല്ലാവരുടെയും KYC ബ്ലോക്ക് ആയത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ KYC എല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ KYC ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. KYCയുടെ സൈറ്റ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് KYC ആരെങ്കിലും ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം പോയി ബയോമെട്രിക്കലായിട്ട് തന്നെ KYC കംപ്ലീറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് OTP ബേസ്ഡ് KYC എന്നൊരു പരിപാടിയില്ല. ബയോമെട്രിക്കലായിട്ട് മാത്രമേ ഇനിയും KYC നമുക്ക് PM കിസാൻ സമ്മാൻ നിധി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് PM കിസാൻ സമ്മാൻ നിധിയുടെ ആപ്പും ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ആ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും KYC ഒന്ന് ചെക്ക് ചെയ്ത് KYC ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ ബയോമെട്രിക്കലായിട്ട് KYC കംപ്ലീറ്റ് ചെയ്യുക. എങ്ങനെയാണ് KYC ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ് നമ്മുടെ ഫോണിലൂടെ. അതറിയാവുന്നവർ ഫോണിലൂടെ ചെയ്യുക, അല്ലെങ്കിൽ അക്ഷയ മുഖേന നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.